ഹോംലി ബൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ്. ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ടീ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് വൈകിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് അത്യാവശ്യം വേണ്ട സാധനം മൂന്ന് മുട്ട. ഈ ഒരു ഗ്ലാസ് നമ്മുടെ വീട്ടിലുള്ള ഒരു ഗ്ലാസ്സാണ്, ഒരു സ്റ്റീൽ ഗ്ലാസ്. ആ ഒരു ഗ്ലാസ്സിന് നമ്മൾ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഈ സെയിം ഗ്ലാസ്സിന് തന്നെ 3/4 ഗ്ലാസ് പഞ്ചസാര, 3/4 ഗ്ലാസ് ഓയിൽ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. നമ്മൾ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് അതിൻ്റെ 3/4 ഗ്ലാസ് പഞ്ചസാരയും 3/4 ഗ്ലാസ് ഓയിലും പഞ്ചസാരയും സെയിം അളവിലെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പം ഇത്രയും മാത്രം മതി നമുക്ക്. പിന്നെ നമുക്ക് കുറച്ച് വാനില എസൻസും, ഞാൻ ഇവിടെ ഒരു മിൽക്ക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 രൂപയുടെ പാക്കറ്റ്, എല്ലാവരുടെയും വീട്ടിൽ കാണും. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത്രയും സംഭവങ്ങൾ മാത്രമാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊരു ടീ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നമ്മൾ അരിപ്പയോ ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഈ ഒരു ഗ്ലാസ് മൈദ പാത്രത്തിലേക്ക് ഇട്ടുള്ളൂ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ മിൽക്ക് പൗഡർ, അത് 1 ടേബിൾ സ്പൂൺ. ഞാൻ വീട്ടിലെടുക്കുന്ന സ്പൂൺ തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് ടേബിൾ സ്പൂണും ഇത് ടീസ്പൂണും. അപ്പോൾ ഇതിന് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ ചേർക്കാൻ പോവാണ്. 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഞാൻ ചേർത്ത്. ഇനി ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളുടെ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും നമ്മളിതിനകത്ത് ചേർത്തിട്ടില്ല. മൈദയും മിൽക്ക് പൗഡറും ഇത് ഞാൻ നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഈ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയിലാണ് നമ്മളിത് ചെയ്യുന്നത്, ബീറ്ററോ ഓവനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. സിമ്പിളായിട്ട് നമ്മളുടെ മിക്സിയുടെ ജാറിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മൈദ എടുത്ത് വെച്ച സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിക്കണം. ആദ്യം ഇത് നമുക്ക് പൊടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഓരോ മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. 3 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഓരോന്ന് പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് ഓരോന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇത് ഞാൻ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അടുത്ത രണ്ടാമത്തെ മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. രണ്ടാമത്തെ മുട്ടയും നമ്മൾ ബീറ്റ് ചെയ്തെടുത്തു. മൂന്നാമത്തെ മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഈ മൂന്നാമത്തെ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാനില എസൻസ്, എല്ലാവരുടെ വീട്ടിൽ കാണും വാനില എസൻസ്. ഇല്ലെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, വാനില എസൻസിന് പകരം നമുക്ക് പൈനാപ്പിൾ എസൻസ് വേണമെങ്കിൽ ചേർക്കാം. പൈനാപ്പിൾ എസൻസ് ആണെങ്കിൽ 1-2 ഡ്രോപ്പ് ഒഴിച്ചാൽ മതിയായിരിക്കും. വാനില എസൻസ് ആയതുകൊണ്ട് ഞാനൊരു അടപ്പിനൊരു അടപ്പ് ഒഴിക്കുവാണേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു എസൻസും കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മിൽക്ക് എസൻസ്. ഈ മിൽക്ക് എസൻസ് എല്ലാവരുടെയും കയ്യിൽ കാണത്തില്ല, അതുകൊണ്ട് ഇത് ഒഴിക്കണമെന്നില്ല, ഇത് ഓപ്ഷണലാണ്. ഇതെൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ഞാനിത് ഇപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുന്നവരെയൊക്കെ അടിച്ചുകൊണ്ടിരിക്കരുത്. ജസ്റ്റ് നമ്മുടെ ഈ പഞ്ചസാര നമ്മൾ പൊടിച്ച് ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് മെൽറ്റായി കിട്ടും. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് അടിച്ച് വെച്ചിട്ടുണ്ട്. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് ചൂടാക്കരുത്, ചൂടായി പോകരുത് നമ്മുടെ ബാറ്റർ. ഇപ്പോൾ കറക്റ്റായിട്ട് ഞാനിതൊന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ആ സെയിം ഗ്ലാസ്സിന് തന്നെ 3/4 ഗ്ലാസ് ഓയിൽ. അപ്പോൾ ഈ സെയിം ഗ്ലാസ്സിന് തന്നെയാണ് ഞാൻ എല്ലാ അളവുകളും എടുത്തിരിക്കുന്നത്. മൈദ, പഞ്ചസാര, അതിൻ്റെ ഓയിൽ. അപ്പോൾ ഓയിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ടിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുകയും ചെയ്യാവും. ഒത്തിരി ഇങ്ങനെ അടിച്ച് പോകരുത്, നമ്മുടെ ബാറ്റർ ലൂസായി പോകും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എടുക്കുന്ന ബൗളോ പാത്രങ്ങളോ എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം. മുട്ടയാണെങ്കിൽ നമ്മൾ കഴുകി തുടച്ച് വേണം എടുക്കാൻ, വെള്ളം ഒട്ടും ആകരുത് മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദയും ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല. മൈദ, മിൽക്ക് പൗഡർ, കുറേശ്ശെ
ഇതിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കട്ട് ആൻഡ് ഫോൾഡ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പാച്ചില ഇല്ലെങ്കിൽ നമ്മുടെ തടിയുടെ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഓവറായിട്ട് ബീറ്റൊന്നും ചെയ്യണ്ട, ഓവറായിട്ടൊന്നും ഇളക്കണ്ട. ജസ്റ്റ് ഇതൊന്നിങ്ങനെ കട്ട് ആൻഡ് ഫോൾഡർ മേഖലയിൽ ജസ്റ്റ് ഇതൊന്ന് ഇറക്കി. പക്ഷേ ഈ മാവ് ഫുള്ള് ഇതിനകത്ത് കട്ടയൊന്നും ഇല്ലാതെ കൊണ്ട് അലിയിച്ചെടുക്കണേ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ മിക്സ് നന്നായിട്ട് മാവ് ഫുള്ള് നമ്മൾ ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അലൂമിനിയം ചെരുവോ ഏതെങ്കിലും അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട്, ഇപ്പോൾ ഞാൻ തീ കുറച്ചിട്ടിരിക്കും, ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ കേക്ക് വെക്കാൻ പോകുന്നത്. ഇതാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം. ഇതൊരു അലൂമിനിയത്തിൻ്റെ പാത്രമാണ്. നിങ്ങൾക്കിപ്പം ഇങ്ങനത്തെ ഒരു മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ചരുവമോ എന്തെങ്കിലും എടുത്താൽ മതി. സ്റ്റീലിൻ്റെ പാത്രം എടുക്കാതിരിക്കും ശ്രദ്ധിക്കണേ, കാരണം അടി കരിയാൻ ചാൻസ് ഉണ്ട്. ഇച്ചിരി കട്ടിയുള്ളൊരു പാത്രം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു ചെറിയ ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അതിനകത്ത് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തു. ഇതിലേക്ക് വെക്കാൻ പോകുന്നത്, ഇതിപ്പോൾ നല്ല ചൂടായി കിടക്കുന്ന പാത്രമാണ്. ഇതിനകത്തേക്ക് ഡയറക്റ്റ് നമ്മൾ വെക്കരുത്. നമ്മളിതിനകത്തൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഈ പാത്രം എടുത്ത് ബേക്ക് ചെയ്യാൻ വെക്കരുത്. ഈ റിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്റർ എടുത്ത് വെക്കാം. നേരെ വെക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം. അടച്ച് വെച്ചൊരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഓരോരുത്തരുടെ അടുപ്പ് ഓരോരോ ഫ്ലെയിം ആയിരിക്കും. അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ തീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. ഒത്തിരി കൂട്ടിയും വെക്കാൻ പാടില്ല, ഒത്തിരി കുറച്ചും വെക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കണം. ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കേക്ക് ബേക്ക് ആയി നോക്കാം. കേക്ക് ഏകദേശം ബേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കാം. നല്ലതായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. നമ്മളിത് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കഴിച്ചോ? വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അങ്ങനെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.